നമസ്കാരം, ബിസിനസ് സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് ബിസിനസ് സ്റ്റാർ ഒരു കഥ പറയാൻ പോവുകയാണ്. ചെറുവത്തൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമം വളർച്ചയുടെ അല്ലെങ്കിൽ നാഗരികതയുടെ ഒരു ലോകത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ആ കാൽവെപ്പ് അവിടുത്തെ ബിൽഡിങ്ങുകളിലൂടെ ഒരു നഗരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അവിടുത്തെ സൗധങ്ങളാണ്. ഇതാ അത്തരത്തിൽ ചെറുവത്തൂർ എന്ന് പറയുന്ന ഗ്രാമം ഇനി വലിയൊരു പട്ടണമായി മാറാൻ പോകുന്നു. അതിലേക്കായി രണ്ട് ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അവരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മിസ്റ്റർ ഹനീഫ ആൻഡ് മിസ്റ്റർ മുത്തലിബ്. അപ്പോൾ ഈ ചെറുവത്തൂരിൽ ഫാഷൻ സെൻറ്റർ എന്ന പേരിൽ പുതിയ ഒരു സൗധം, മനോഹരമായ ഒരു സൗധം ഉയർന്നു വരികയാണ്. അതിൻ്റെ പിന്നണി പ്രവർത്തകരാണ്, മാനേജിങ് പാർട്ട്നേഴ്സാണ്. നമുക്ക് ആദ്യം മിസ്റ്റർ ഹനീഫയുമായി ഒന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാം. ഈ ചെറുവത്തൂർ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ഇത്രയും മനോഹരമായ ഒരു സൗധം ഉയർത്തുന്നതിൻ്റെ പിന്നിലുള്ള നിങ്ങളുടെ ഒരു വികാരം എന്താണ്? എൻ്റെ മനസ്സിൽ കുറേ വർഷങ്ങളായിട്ട് ഒരു സ്വന്തം ബിൽഡിങ് വേണം. അത് ഇപ്പോഴത്തല്ല, അത് 10 വർഷം ഇനിയും മുമ്പ് വരാൻ പോകുന്ന 10 വർഷം പിന്നീടുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കണം ഞങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഒരാഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ചെറുപ്പം മുതലേ നമ്മൾ ഉറ്റമിത്രമാണ് വിജയൻ എഞ്ചിനീയർ. അദ്ദേഹത്തോട് ഈ കാര്യം ഞങ്ങൾ ആലോചിക്കുകയും അദ്ദേഹം ഞങ്ങൾക്ക് അതിന് വേണ്ട പ്രോത്സാഹനം തരികയും അങ്ങനെ ഞാനും മുത്തലിവും നമ്മുടെ സുഹൃത്തായ ഷെരീഫും കൂടി ഇതിലേക്ക് മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തു. അതാണ് അതിൻ്റെ തുടക്കം. അതാണ് പിന്നെ എല്ലാ പ്രോത്സാഹനം നമ്മളെ എഞ്ചിനീയർ വിജയൻ തരുകയും ഞങ്ങളതിന് സജീവമായി രംഗത്തിറങ്ങുകയും ചെയ്തു. ഇനി മുത്തലിബിലേക്ക് വരാം. നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയും ഇങ്ങനെ ഒരു സ്വപ്ന സൗധവും ഉയർന്നു വന്നതിൻ്റെ പിന്നിലെ കഥ ഒന്ന് പറയാമോ? ഞങ്ങളുടെ ഈ ഫാഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡ്രീം പ്രൊജക്റ്റാണ്. അതായത് ചെറുവത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം, അതായത് മിസ്റ്റർ പ്രദീപ് പറഞ്ഞത് തന്നെയാണ്, ഞാൻ ആവർത്തിക്കുന്നത്. ആ ഒരു ഗ്രാമത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു ജനറേഷന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ആ ഒരു കൺസെപ്റ്റ്, ഞങ്ങൾ പുറത്ത് ഗൾഫിലൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചിട്ടും ഒരു സങ്കല്പം ഞങ്ങളുണ്ടായിരുന്നു. ആ സങ്കല്പം ഞങ്ങൾ വിജയനിലൂടെ യാഥാർത്ഥ്യമാക്കുകയാണ്. കൂടാതെ അതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞങ്ങളുടേതായിട്ടുള്ളൊരു ഫാഷൻ വെഡ്ഡിങ് സെൻറ്റർ, പിന്നെ ബാക്കി ഞങ്ങൾ അതായത് 4-5 ബ്രാൻഡഡ് ഷോപ്പുകൾ മാത്രമേ ഞങ്ങളതിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. ഒന്ന് ഒരു സൂപ്പർ മാർക്കറ്റ്. ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ജനറേഷന് പിന്നെ അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നുള്ളതിന് വരെ ഉപ്പ് തൊട്ട് കമ്പ്യൂട്ടർ വരെ ഒരൊറ്റ റൂഫിൻ്റെ ഉള്ളിൽ പോയി വാങ്ങുവാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അത് മിതമായ ഒരു വിലയിൽ ആ ഒരു സങ്കല്പത്തോടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ്. പിന്നെ അവിടെ ചെറുവത്തൂർ എന്നൊരു ഗ്രാമത്തിൽ ഇപ്പോൾ ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഷോപ്പിൻ്റെ ഒരു കുറവ് അവിടെയുണ്ട്. അത് വളരെ വിപുലമായിട്ട് തന്നെ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഷോപ്പ്, പിന്നെ ഒരു ഗോൾഡ്. ഈ ഒരു 4 സ്ഥാപനങ്ങളാണ് ഞങ്ങൾ ആ പറയുന്ന ഒരു ചെറിയൊരു പിന്നെ വെഡ്ഡിങ് സെൻറ്റർ കൂടെ ഇത് ഞങ്ങൾ അവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മെയിനായിട്ട് ചെറുവത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ബിൽഡിങ് വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ തന്നെ ആ ഫസ്റ്റ് ഞങ്ങൾ ആ ഫ്ലക്സ് വന്ന അന്ന് അവിടെ വന്നിട്ട് ജനങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നു. കാരണം ഈ ഒരു അവർ അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റായിട്ട് മുന്നോട്ട് വരുന്നത്. തീർച്ചയായും ഹനീഫിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ 10-12 വർഷം ചെറുവത്തൂരിൻ്റെ പൾസ് അറിയുന്നതാണ് മിസ്റ്റർ ഹനീഫ്. ഓക്കെ, അവന് പിന്നെ ഞങ്ങളുടെ സുഹൃത്ത്, ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച ആ ഒരു റിലേഷൻ കൂടിയും ഞങ്ങളുടെ ബിസിനസ്സിൽ കൂടെയും ഞങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. പിന്നെ അപ്പം ആ ഒരു ഇത് ഏതാണ് ഞങ്ങളൊരു സ്വപ്നമാണത്. ഡ്രീം പ്രോജക്റ്റ് ഞങ്ങൾ ഒരു തുടക്കം ഇതിൽ നിന്നാണ്. പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതേപോലുള്ള ഒരു മറ്റുള്ള ഈ പറഞ്ഞ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് അങ്ങനെയാണല്ലോ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത്. തുടക്കം ഒരു ഗ്രാമത്തിൽ തന്നെയാണ്. ഏതായാലും തുടക്കം അതിൽ നിന്ന് തുടങ്ങിയാണ്. ബാക്കി നമുക്ക് പിന്നെ എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യാം.